ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആട്ടെ. അപ്പം നമുക്ക് അടിപൊളി സിമ്പിളും ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയാലോ. നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അതിന് ഞാൻ എടുത്തേക്കുന്ന 4 നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്സ് ആട്ടോ. അപ്പം ഇതിൽ നമ്മൾ സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് ഇട്ട് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ വരയ്ക്കണം കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്നത് ബ്ലൂ ആട്ടോ. അതിൻ്റെ ഡിസൈൻ നിങ്ങൾ വരയ്ക്കുന്ന പോലെ ഒന്ന് വരച്ചാൽ മതി. അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊന്ന് വരച്ചിട്ട് കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചോ. അതായത് ഇതല്ലേ കുറച്ച് സിമ്പിളെന്ന് പറഞ്ഞാൽ ഞാനിത് വരയ്ക്കുന്നത്. ഇത് നമുക്ക് 4 സ്റ്റിക്കിലും ഇതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 4 അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒട്ടിക്കാം. എനിക്ക് സ്ക്വയർ ഷേപ്പിലാണ് സിമ്പിൾ, അതുകൊണ്ട് ഞാൻ സ്ക്വയർ ഷേപ്പിലാട്ടോ ഒട്ടിക്കാൻ പോകുന്നത്. ഞാനൊരു ഡെമോ കാണിച്ചു തരാം ഇങ്ങനെ ഒട്ടിക്കുന്നതെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. ഞാനതൊന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇളകി പോകും. അപ്പം നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കട്ടെ. ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ. നല്ല വെയിലുമാണ് ഇവിടെ, നല്ല കാറ്റും ഉണ്ട്. പിന്നെ വെയിലാണ് കൂടുതൽ, ഭയങ്കര ചുറ്റിച്ചൊരിയുന്ന വെയിലാണ് ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളാണെങ്കിൽ ആ പശ ഉണങ്ങിയിട്ട് എടുക്കാൻ പാടുള്ളൂ. പിന്നെ അത് നമ്മളിപ്പോഴേ എടുത്താൽ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇളകി വരും. പിന്നെ വീണ്ടും ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്, പശയൊക്കെ ഒഴിക്കണം. അതുകൊണ്ട് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ട് നിങ്ങളെ ഈ വീട്ടിൽ ലാസ്റ്റ് ലുക്ക് ഫൈനൽ ലുക്ക് നമ്മൾ കാണിക്കുന്നുള്ളേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്കൊരു ഐഡിയ കയറി വന്ന് അതിൽ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് എടുക്കാമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു A4 സൈസ് ഷീറ്റ് പേപ്പർ എടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇതേ അളവിലൊന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തെങ്കിൽ നമ്മളുടെ ഫ്രെയിമിലായിട്ടോട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ 4 സൈഡിലും പശ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി നമ്മൾ വരച്ച് ഏതെങ്കിലും പടം ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കറോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം കേട്ടോ. ഗൈസ് ഇതെൻ്റെ പഴയ ഡയറിക്കകത്ത് ഞാൻ വരച്ചത് കീറിയെടുത്തിയാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഗൈസ് ഞാൻ അങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്ത് ഗൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫ്രെയിം. നമ്മുടെ ഫ്രെയിം എന്നാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. എങ്ങനെയുണ്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.